بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، أما بعد. قال الإمام النجدي رحمه الله: باب ما جاء في كثرة الحلف. ما جاء في كثرة الحلف. ധാരാളമായിക്കൊണ്ട് സത്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അധ്യായം. അല്ലാഹുവിൻ്റെ പേരിൽ ധാരാളമായി ഒരുപാട് സത്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബാബാണ്. ഫഖൗലുല്ലാഹി തആല വഹ്ഫദു അയ്മാനക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സത്യങ്ങളെ സൂക്ഷിക്കുക. അതായത് അള്ളാഹുവിൻ്റെ പേരിൽ ചെയ്തിട്ടുള്ള സത്യങ്ങൾ, ആ സത്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, കാത്തു സൂക്ഷിക്കുക. ഈ ആയത്തിനെ സംബന്ധിച്ച് 3 തഫ്സീറുകളാണ് പറയപ്പെടുന്നത്. 3 അഭിപ്രായങ്ങൾ അതിൻ്റെ തഫ്സീറായിക്കൊണ്ട് പറയപ്പെടുന്നു. ഒന്നാമത്തത്, വഹ്ഫദു അയ്മാനക്കും, നിങ്ങൾ നിങ്ങളുടെ സത്യങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഐ ലാ തുക്സിറു മിനൽ ഹലിഫ്. അതായത് സത്യം ചെയ്യുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കരുത്, സത്യം ചെയ്യാൻ നിങ്ങൾ അധികരിപ്പിക്കരുത്. വഖീല വഹ്ഫദു അയ്മാനക്കും, രണ്ടാമത് അതിന്റെ തഫ്സീറായി പറയുന്നത് ലാ തഹ്ലിഫു ഇല്ലാ സ്വാദിഖീൻ. ലാ തഹ്ലിഫു ഇല്ലാ സ്വാദിഖീൻ, സ്വാദിഖീങ്ങളല്ലാതെ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യരുത്. മൂന്നാമത്തിന്റെ തഫ്സീർ ഖീല ഐ കഫിറു ഇദാ ഹലിഫ്തും ഔ ഇദാ ഹലഫ്തും അലാ ഷൈ ثم رأيتم غيره خيرا منه فكفروا. അല്ലാഹുവിന്റെ പേരിൽ നിങ്ങളൊരു കാര്യം കൊണ്ട് സത്യം ചെയ്തു, എന്നിട്ട് അതിനേക്കാളും ഖൈറായത് നിങ്ങൾ കാണുകയും ഇതിനേക്കാളും ഖൈറായത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ സത്യം ചെയ്ത കാര്യം നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിന് കഫാറത്ത് നൽകുക, അതിന് പ്രായശ്ചിത്തം നൽകുക. അങ്ങനെ 3 തഫ്സീറുകൾ ഈ ആയത്തിന് പറയപ്പെടുന്നു. وهذا الذي اختاره ابن جرير وابن كثير القول الأخير. ഇതിൽ അവസാനം പറഞ്ഞ മൂന്നാമത് പറഞ്ഞ അഭിപ്രായമാണ് ഇമാം ഇബ്നു കസീർ അതുപോലെ ഇബ്നു ജരീർ തുടങ്ങിയ മുഫസ്സിരീങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതായത് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുകയും എന്നിട്ട് ആ സത്യം ചെയ്തതിനേക്കാളും ഖൈറായത് നിങ്ങൾ കാണുകയും എന്നിട്ട് അത് നിങ്ങൾ എടുക്കുകയും ചെയ്താൽ ആ സത്യം ചെയ്തതിന് നിങ്ങൾ പ്രായശ്ചിത്തം നൽകണം, കഫാറത്ത് നൽകണം. والعلامة ابن عثيمين اختار ثلاثة الأقوال. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ 3 അഭിപ്രായങ്ങളും സ്വീകരിച്ചു. ഈ 3 അഭിപ്രായങ്ങളും ഈ ആയത്തിന്റെ അർത്ഥമായി വരും എന്ന് അദ്ദേഹം പറഞ്ഞു. 3ഉം സഹീഹാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട് ഈ ബാബിന്റെ മുനാസബ ഐ അന്നല്ലദീ യുക്സിറുൽ ഹലിഫ്, അതായത് അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്യുന്നത് വർദ്ധിപ്പിക്കുന്നവർ, അധികരിപ്പിക്കുന്നവർ. ഇൻ കാന യുക്സിറുൽ ഹലിഫ് ഇൻദഹു ഇൻ കാന യുക്സിറുൽ ഹലിഫ് അൽ ഇസ്തിഹാന ബില്ലാഹ്. فهذا من ضعف التوحيد. وإن كان يكثر الحلف وهو واثق أنه صادق في حلفه فهذا لا عليه شيء. അപ്പോൾ കിതാബ് തൗഹീദുമായി ഈ ബാബിനുള്ള മുനാസബത്ത് എന്താണ്, അതിനോടുള്ള യോജിപ്പ് എന്താണ്? ഒന്നാമത്തത്, അധികമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നവർ അള്ളാഹുവിനെ അവമതിക്കുകയാണ് ചെയ്യുന്നത്. ഫീഹി ഇസ്തിഖ്ഫാഫ് വസ്തിഹാന, അള്ളാഹു തആലയെ കുറച്ചാക്കി കാണും, അള്ളാഹു തആലയെ വളരെ നീരസം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു ഗാംഭീര്യം നൽകാതിരിക്കുക. ഒരുപാട് അള്ളാഹുവിൻ്റെ പേര് സത്യം ചെയ്യുന്നവർ അള്ളാഹുവിനെ കൊച്ചാക്കി കാണുകയാണ്. ഇനി അവൻ സത്യം ചെയ്യുന്നത് അള്ളാഹുവിനോട് സത്യസന്ധമായ
ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവൻ വല്ലാഹി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മേലെ സത്യം ചെയ്യുന്നത് എങ്കിൽ അവൻ്റെ മേലെ തെറ്റില്ല. വൽഇൻസാൻ അഹമ്മു ശൈഅൻ യഹ്ലിഫ ബില്ലാഹി വഹുവ സാദിഖ്, സാദിഖായിരിക്കണം അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുമ്പോൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവന് സത്യം ചെയ്യുന്നത് അധികരിപ്പിച്ചാലും ശരി, ഇനി കുറച്ചാണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ മേൽ സത്യം ചെയ്യുമ്പോൾ അവൻ സ്വാദിക്കായിരിക്കണം, ആ കാര്യത്തിൽ സത്യസന്ധനായിരിക്കണം. അള്ളാഹുവിൻ്റെ പേരിലല്ല അവൻ സത്യം ചെയ്യരുത്. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുമ്പോൾ സ്വാദിക്കായിക്കൊണ്ടല്ലാതെ അവൻ സത്യം ചെയ്യരുത്. قال عن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, അൽ ഹാലിഫു മൻഫഖത്തുൻ ലിസ്സിൽഅ മംഹഖത്തുൻ ലിൽ കസ്ബ്, അഖ്റജാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹാലിഫു മൻഫഖത്തുൻ ലിസ്സിൽഅ, സത്യം ചെയ്യുന്നത് ചരക്കുകളെ വിറ്റഴിക്കും. അതായത് അള്ളാഹിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ടാണ് ഒരാൾ കച്ചവടം നടത്തുന്നതെങ്കിൽ ആളുകൾ കൂടുതൽ അയാളിൽ നിന്ന് വാങ്ങും. അള്ളാഹുവിൻ്റെ പേരിലാണ് സത്യം ചെയ്യുന്നത് കൊണ്ട് ചരക്കുകൾ അത് വിറ്റഴിക്കും, കച്ചവടം വർദ്ധിക്കും. മംഹഖത്തുൻ ലിൽ കസ്ബ്, പക്ഷേ അത് അവൻ്റെ ഉപജീവനത്തെ മായ്ച്ചു കളയും, അവൻ്റെ സമ്പാദ്യത്തെ അത് മായ്ച്ചു കളയും. അതായത് അവൻ്റെ പ്രത്യക്ഷമായ ബാഹ്യമായ സമ്പാദ്യത്തിൽ നിന്ന് കുറഞ്ഞു പോകും. അതാണ് ഒരർത്ഥം. ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, മാനവിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്പാദ്യത്തിലെ ബറക്കത്തിനെ ഇല്ലാതാക്കി കളയും. അവന് ലഭിക്കുന്ന സമ്പാദ്യത്തിലെ ബറക്കത്തിനെ അത് നഷ്ടപ്പെടുത്തും. അള്ളാഹുവിൻ്റെ പേരിൽ ചെയ്യുന്ന കച്ചവടം, അതായത് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വല്ലാഹി എന്ന് പറഞ്ഞ് എന്തെങ്കിലും കച്ചവട വസ്തുക്കൾ വിൽക്കുകയാണെങ്കിൽ കച്ചവടം വർദ്ധിക്കും, പക്ഷേ അവൻ്റെ സമ്പാദ്യത്തിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടും. قال عن سلمان رضي الله عنه أن رسول الله صلى الله عليه وسلم قال ثلاثة لا يكلمهم الله ولا يزكيهم ولهم عذاب أليم. അതിനു മുമ്പ് പറഞ്ഞ ഹദീസ്, അൽ ഹലിഫു മൻഫഖത്തുൻ ലിസ്സിൽഅ. ഇപ്പം എങ്ങനെയൊക്കെയാണ് കച്ചവടത്തിൽ ഹലിഫ് സംഭവിക്കുക? ഇപ്പോൾ ഒരു കച്ചവട വസ്തു അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് വിൽക്കുന്നത് പലതരത്തിലാണ്. അപ്പോൾ ആളുകൾ കൂടുതൽ ആ സാധനം വാങ്ങാൻ വേണ്ടി ആ കച്ചവടത്തിനൊരു പ്രചാരണം നൽകുന്നത് പലതരത്തിലാണ്. ഒന്നുകിൽ ആ കച്ചവട വസ്തുവിൻ്റെ മേലെ തന്നെ അവൻ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഇനത്തിൻ്റെ പേരിൽ അതിൻ്റെ മേലെ സത്യം ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ വസ്തു, അതിൻ്റെ സിഫത്ത്, പിന്നെ അതിൻ്റെ വില. അങ്ങനെ 4 തരത്തിലാണ്. ഒന്ന് ദാത്ത്, ആ കച്ചവട വസ്തു. രണ്ടാമത്തത് അതിൻ്റെ നൗ, ഏത് ഇനം. മൂന്നാമത്തതിൻ്റെ വസ്ഫ് അഥവാ സിഫത്ത്, അതിൻ്റെ പ്രത്യേകത. സാധാരണ ഉള്ള കച്ചവട വസ്തുക്കളിൽ നിന്നും അതിനുള്ള പ്രത്യേകത എന്താണ്, അതിൻ്റെ സവിശേഷത. പിന്നെ 4മത്തെ അതിൻ്റെ വില. അല്ല, ഒന്നാമത്തെ ദാത്താണ്. ദാത്ത് എന്ന് പറയുമ്പോൾ കാൻ യഹ്ലിഫ അന്നഹ മിനൽ മസ്നഇൽ ഫുലാനി അൽ മഷ്ഹൂർ ബിൽ ജൗദ വലൈസത് മിൻഹു. അതായത് അവൻ പറയാണ്, ഈ വസ്തു ഇത് ഇന്ന ഫാക്ടറിയിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇന്ന കമ്പനിയുടെ സാധനമാണ്, ഇന്ന കമ്പനിയുടെ ഐറ്റാണ് എന്ന് പറയാം. അതായത് ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ഒരു കമ്പനിയുടെ സാധനമാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എന്തായിരിക്കും, ആ കമ്പനി വളരെ വിശ്വസ്തമായ കമ്പനി ആയിരിക്കും. അപ്പം യഥാർത്ഥത്തിൽ അതായിരിക്കില്ല. യഥാർത്ഥത്തിൽ ആ വസ്തു
ഈ പറയുന്ന ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയതായിരിക്കില്ല. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുക. ദാത്ത് അവിടെ എന്ത് ചെയ്യാണ്? വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ആ വസ്തു ഇന്ന കമ്പനിയുടേതാണെന്ന് പറയാം. അതൊന്ന്. രണ്ടാമത്തെ അതിൻ്റെ ഏതരത്തിലുള്ള ഏത് ഇനത്തിൽപ്പെട്ടതാണ്? ഐ കാൻ യഹ്ലിഫ അന്നഹ മിനൽ ഹദീദ് വഹിയ മിനൽ ഖശബ്. യഥാർത്ഥത്തിൽ അത് മരത്തിൻ്റെതാണ്, പക്ഷെ അവൻ അത് ഇരുമ്പിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുന്നു. അല്ലെങ്കിൽ അത് ഇരുമ്പിൻ്റെതാണ് പക്ഷെ അത് സ്റ്റീലാണ്, തുരുമ്പ് പിടിക്കാത്തതാണെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നു. വല്ലാഹി പറഞ്ഞുകൊണ്ടത് വിൽക്കുന്നു. അത് രണ്ടാമത്തെ. മൂന്നാമത്തേത് അതിൻ്റെ സിഫത്താണ്. കാൻ യഹ്ലിഫ അന്നഹ ത്വയ്യിബ വഹിയ റദിയ. അവൻ പറയാണ് വല്ലാഹി അത് ഏറ്റവും മുന്തിയ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നു, പക്ഷെ അത് ക്വാളിറ്റി ഇല്ലാത്തതാണ്. അവിടെയും അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് വിൽക്കുക. നാലാമത്തെ അതിൻ്റെ ഖീമ, അതായത് അതിൻ്റെ വില. യഥാർത്ഥത്തിൽ അതിൻ്റെ വില ചിലപ്പോൾ 10 ദീനാറോ അല്ലെങ്കിൽ 10 റിയാലോ എത്രയോ ആയിരിക്കാം. പക്ഷെ അതിനേക്കാളും അതിൻ്റെ വില എന്താണ്? 20ഓ 30ഓ ആക്കി വില പറയുന്നു. വല്ലാഹി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വില ഇന്നതാണ്. ഇങ്ങനെ 4 തരത്തിലാണ് കച്ചവട ചരക്കുകൾ വിറ്റഴിക്കുന്നതിൽ ആളുകൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ. അപ്പം അത് കച്ചവടത്തെ വർദ്ധിപ്പിക്കും, പക്ഷേ അതിലെ ബർക്കത്തിനെ, സമ്പാദ്യത്തിലെ ബർക്കത്തിനെ നഷ്ടപ്പെടുത്തും. قال عن سلمان رضي الله عنه أن رسول الله صلى الله عليه وسلم قال ثلاثة لا يكلمهم الله ولا يزكيهم ولهم عذاب أليم. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ്. 3 വിഭാഗം ആളുകളോട് അല്ലാഹു തആല സംസാരിക്കുന്നതല്ല. അവിടെ അല്ലാഹു തആല സംസാരിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ കലാമുർ റിദ, തൃപ്തിയുടെ സംസാരം അല്ലാഹു തആല അവരോട് സംസാരിക്കുന്നതല്ല എന്നർത്ഥം. അമ്മ കലാമുൽ ഖദബ് വത്തൗബിഖ്, എന്നാൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അവരെ ശകാരിച്ചുകൊണ്ടും അവരോട് കോപിച്ചുകൊണ്ടുള്ള സംസാരം അല്ലാഹു തആല അവരോട് സംസാരിക്കും. പക്ഷെ തൃപ്തിയുടെ സംസാരം അല്ലാഹു തആല സംസാരിക്കുന്നില്ല. ഖാല സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ്. 3 വിഭാഗം ആളുകളോട് അല്ലാഹു തആല സംസാരിക്കുന്നതല്ല. വലാ യുസക്കീഹിം, അല്ലാഹു തആല അവരെ ശുദ്ധീകരിക്കുന്നതല്ല. വലഹും അദാബുൻ അലീം, അവർക്ക് കഠിനമായ ശിക്ഷയുമുണ്ട്. ഖാല ഉശൈമിത്തുൻ സാനിൻ, വൃദ്ധനായ ഒരു വ്യഭിചാരി. ഉശൈമിത്തുൻ സാനിൻ വല്ലദീ ഇഖ്തലത സവാദു ശഅരിഹി ബിബയാദിഹി ലികിബരി സിൻ. അതായത് നരച്ച മുടികൾ കറുത്ത മുടിയുമായി കൊണ്ട് കൂടിക്കലർന്ന, അതായത് വാർദ്ധക്യം കാരണത്താൽ. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രായം ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ ഷഹവത്തുകൾ എന്താവും? തണുത്തുപോകും. സാധാരണ നിലക്ക് പ്രായം കൂടുന്തോറും അവൻ്റെ ഷഹവത്തുകൾ കുറഞ്ഞു വരും, തണുത്തു പോകും. ഇതേപോലെ സിനയിലേക്ക് അവനെ ക്ഷണിക്കുന്ന തരത്തിലുള്ള ഷഹവത്തുകൾ അവനുണ്ടായിരിക്കുന്നതല്ല. പക്ഷേ എന്നിട്ടും ഈ അവസ്ഥയിലും ആ പ്രായത്തിലും ഒരു വൃദ്ധനായ ഒരുവൻ വ്യഭിചരിക്കുകയാണെങ്കിൽ അവൻ ഈ പറഞ്ഞിട്ടുള്ള 3 വിഭാഗത്തിൽ ഒരുവനാണ്. ഖാല ഉശൈമിത്തുൻ സാനിൻ വആയിലുൻ മുസ്തക്ബിർ. ആയിൽ എന്ന് പറഞ്ഞാൽ ഫഖീർ എന്നർത്ഥം, അഹങ്കാരിയായ ദരിദ്രൻ. സാധാരണ നിലക്ക് ഒരു ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം അവന് അഹങ്കാരം ഉണ്ടായിരിക്കുന്നതല്ല, അഹങ്കരിക്കാൻ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ദരിദ്രനായിരിക്കെ തന്നെ അവന് അഹങ്കരിക്കുന്നു. വആയിലുൻ മുസ്തക്ബിർ അൽ ഫഖീർ ووجدك عائلا فاغنا. قال ورجل جعل الله بضاعته. അതിൽ 3ാമത് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഭാഗവുമായി ബന്ധപ്പെട്ടത്. വറജുലുൻ ജഅല അല്ലാഹ ബിദാഅതഹു. 3ാമത്തെ വ്യക്തി അള്ളാഹുവിനെ അവൻ്റെ കച്ചവട ചരക്കാക്കി. അള്ളാഹുവിനെ അവൻ്റെ കച്ചവട ചരക്കാക്കി. അതെങ്ങനെയാണ് അള്ളാഹുവിനെ അവൻ്റെ കച്ചവട ചരക്കാക്കിയത്? ലാ യശ്തരി ഇല്ലാ ബിയമീനിഹി, അതായത് സത്യം ചെയ്തുകൊണ്ടല്ലാതെ അവനൊന്നും വാങ്ങുകയില്ല. വലാ യബിഅ ഇല്ലാ ബിയമീനിഹി, ഇനി വിൽക്കുകയാണെങ്കിലും സത്യം ചെയ്തുകൊണ്ടല്ലാതെ ഒന്നും വിൽക്കുകയില്ല. വല്ലാഹി പറഞ്ഞിട്ടല്ലാതെ
അള്ളാഹിൻ്റെ പേരിൽ സത്യം ചെയ്തിട്ടല്ലാതെ അവൻ ഒരു സാധനം വാങ്ങൂല. വിൽക്കുകയാണെങ്കിലും അള്ളാഹി പറഞ്ഞിട്ട് വിൽക്കും. അങ്ങനെയുള്ള ഒരുവൻ അള്ളാഹുവിനെ അവൻ്റെ കച്ചവട ചരക്കാക്കി. അപ്പോൾ അവൻ ഈ പറയുന്ന വിവാദത്തിൽപ്പെട്ടതാണ്. അള്ളാഹു തആല അവനോട് സംസാരിക്കുന്നതല്ല, അവനെ ശുദ്ധീകരിക്കുന്നതല്ല, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. وفي الصحيح عن عمران بن حسين رضي الله عنه قال رسول الله صلى الله عليه وسلم خير أمتي قرني ثم الذين يلونهم قال عمران فلا أدري أذكر بعد قرنه مرتين أو ثلاثا ثم إن بعدكم قوما يشهدون ولا يستشهدون ويخونون ولا يؤتمنون وينظرون ولا يوفون ويظهر فيهم السمن. وفي الصحيح صحيح البخاري لاني حديثا الصحيح എന്ന് പറഞ്ഞാൽ ഇവിടെ സഹീഹ് ബുഖാരിയാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത്, ഉമ്മത്തുൽ ഇജാബ, അതിലേറ്റവും ഖൈറായിട്ടുള്ളവർ ഖർനി, എൻ്റെ നൂറ്റാണ്ടിലെ എൻ്റെ തലമുറയിലെ ജനങ്ങളാണ്, സഹാബത്ത്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ പിന്തുടർന്ന് വന്നവർ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ തുടർന്ന് വന്നവർ, സഹാബ, താബിഈങ്ങൾ, തബിഉ താബിഈൻ. قال عمران فلا أدري أذكر بعد قرنه مرتين أو ثلاثا. ഇദ്ദേഹം പറയുന്നു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്ന് പറഞ്ഞ ഈ സഹാബി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ നൂറ്റാണ്ട്, അദ്ദേഹത്തിൻ്റെ തലമുറയെ പറഞ്ഞതിന് ശേഷം 2 തവണയാണോ 3 തവണയാണോ സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞത് എന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. ഖാല സുമ്മ ഇന്ന ബഅദക്കും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നീട്, അതായത് ഈ 3 തലമുറകൾക്ക് ശേഷം, ഇന്ന ബഅദക്കും ഖൗമൻ, നിങ്ങൾക്ക് ശേഷം ഒരു സമൂഹം വരും, യഷ്ഹദൂൻ വലാ യുസ്തഷ്ഹദൂൻ, അവർ സാക്ഷ്യം വഹിക്കും, അവരോട് സാക്ഷ്യം വഹിക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പേ. അതായത് അവരോട് സാക്ഷ്യം പറയാൻ, സാക്ഷ്യം വഹിക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പേ അവർ സാക്ഷ്യം വഹിക്കും. അവിടെ ഉദ്ദേശം ഇൽമില്ലാതെ സാക്ഷ്യം വഹിക്കുന്നതാണ് ഉദ്ദേശം. അതായത് ഇൽമില്ലാതെ ആ കാര്യത്തെ സംബന്ധിച്ച് അറിവില്ലാതെ അവർ ആ കാര്യത്തിന് സാക്ഷ്യം വഹിക്കും. അതാണ് അവരെ കുറിച്ച് പറയപ്പെടുന്നത് ഫഹും ഷുഹദാഉ സൂർ, ഷുഹദാഹു സൂർ. അതുപോലെ ഷഹാദത്തു സൂർ, ഷുഹദാഉ സൂർ. വയഖൂനൂൻ, അവർ വഞ്ചിക്കും. വലാ യുഅ്തമനൂൻ, അവർ വിശ്വസിച്ചേൽപ്പിക്കപ്പെടുകയില്ല, അവരൊരു കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെടുകയില്ല. വയൻദുറൂൻ, അവർ നേർച്ചയാക്കും. വലാ യൂഫൂൻ, ആ നേർച്ച അവർ നിറവേറ്റുകയില്ല. വയദ്ഹറു ഫീഹി മുസ്സിമൻ, അവരിൽ സിമൻ പ്രത്യക്ഷമാകും, അതായത് തടി അല്ലെങ്കിൽ കൊഴുപ്പ്, തടിച്ച മനുഷ്യർ. കസുറത്തു ശഹം വല്ലഹം, ഒരുപാട് മാംസവും അതുപോലെ തന്നെ തടിയും അല്ല കൊഴുപ്പുമുള്ള ആളുകളായിരിക്കും അവർ, തടിച്ച ശരീരമുള്ള ആളുകൾ. ഈ ഹദീസിലുള്ള ഒരു ഇഷ്കാൽ, ഈ തടിച്ച ശരീരം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഇഖ്തിയാറിൽപ്പെട്ടതല്ല, അതല്ലെങ്കിൽ മനുഷ്യന് സ്വയം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതല്ല. ആ വ്യക്തി തടിച്ചവനായിരിക്കണം അല്ല എന്നുള്ളത്.
അപ്പം എങ്ങനെയാണ് ഇതൊരു ആക്ഷേപത്തിൻ്റെ ഒരു സിഫത്തായി തീരുക? തടിച്ച മനുഷ്യൻ എന്നുള്ളത്, തടിയനായ ഒരുവൻ ആക്ഷേപിക്കപ്പെട്ട ഒരു സിഫത്ത് അവൻ്റെ മേലുണ്ടായിരിക്കുക എന്നുള്ളത് എങ്ങനെയാണ്? ഇവിടെ ഉദ്ദേശം അൽ മുറാദ് അല്ലദീന യഅ്തനൂന ബി അസ്ബാബി സിമൻ, സാധാരണ നിലക്ക് ഈ കൊഴുപ്പുള്ള ആളുകൾ അധികവും അവർ ചില കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളുകളായിരിക്കും. അതായത് മിനൽ മത്തായിം വൽ മഷാരിബ് വത്തറഫ്, ഭക്ഷണം കഴിക്കുന്നതിലും കുടിക്കുന്നതിലും പിന്നെ പൊങ്ങച്ചം കാണിക്കുന്നതിലും താല്പര്യമുള്ള, അതിൽ പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കുന്ന ആളുകളാണ് സാധാരണ നിലക്ക്. അതായിരിക്കും അവരുടെ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്ന സംഗതി. അതാണ് ഇവിടെ ഉദ്ദേശം. അല്ലാതെ നേരെ മറിച്ച് ഓരോ തടിച്ച വ്യക്തി ഈ പറയുന്ന ആക്ഷേപിക്കപ്പെട്ടവരും പെട്ടതല്ല. അല്ലദീ യഅകുൽ സുമ്മുനൻ വയുഹിബ്ബു സിമാന ഹദാ ഹുവ അല്ലദീ യഅകുൽ, ഒരുപാട് ഭക്ഷിക്കുകയും തടിയനായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ളവർ ഈ പറയുന്ന ഫുസാക്കുകളുമായി കൊണ്ട് തശബ്ബുഹിലായി അവരോട് സാദൃശ്യമുള്ളവരാണ്. قال وفيه أي في صحيح البخاري عن ابن مسعود رضي الله عنه أن النبي صلى الله عليه وسلم قال خير الناس قرني ثم الذين يلونهم ثم الذين يلونهم. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് തലമുറ എൻ്റെ തലമുറയാണ്. ثم الذين يلونهم, പിന്നെ അവരെ തുടർന്ന് വന്നവർ. ثم الذين يلونهم, പിന്നീട് അവരെ തുടർന്ന് വന്നവർ. ثم يجيء قوم, പിന്നീട് ഒരു ഖൗമ് വരും, ഒരു സമൂഹം വരും. തസ്ബിഖു ഷഹാദത്തു അഹദിഹിം യമീനഹ്, അവരുടെ സാക്ഷ്യം, അവരിൽ ഒരുവന്റെ സാക്ഷ്യം അവന്റെ സത്യത്തെ മുൻകടക്കും. വയമീനുഹു ഷഹാദതഹു, അവന്റെ സത്യം അവന്റെ സാക്ഷ്യത്തെ മുൻകടക്കും. അതിൻ്റെ അർത്ഥമായിക്കൊണ്ട് ഉലമാക്കൾ പറയുന്നത് അന്നഹു കിനായ അൻ കൗനി ഹൗലാ ലാ യുബാലൂന ബിശ്ശഹാദ വലാ ബിൽ യമീൻ, അതായത് സത്യം ചെയ്യുന്ന കാര്യത്തിലും സാക്ഷ്യം നിൽക്കുന്ന കാര്യത്തിലും അവർ ഒന്നും ശ്രദ്ധിക്കുന്നതല്ല. ഏത് കാര്യത്തിനും അവർ സത്യം ചെയ്യും, ഏത് കാര്യത്തിനും സാക്ഷ്യം പറയും. അതാണ് ഒരു അർത്ഥം. قال إبراهيم النخعي رحمه الله كانوا يضربوننا على الشهادة والعهد ونحن صغار. ഇബ്രാഹിം അന്നഖഈ അദ്ദേഹം താബി പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, കാനു യദ്രിബൂനന, അവർ ഞങ്ങൾ അടിക്കുമായിരുന്നു. അതായത് താബീങ്ങൾ ഇവർ കുട്ടികളായിരിക്കെ അടിക്കുമായിരുന്നു. എന്തിൻ്റെ പേരിലാണ്? അല ഷഹാദത്തി വൽ അഹ്ദി, സാക്ഷ്യത്തിൻ്റെ പേരിലും കരാറിൻ്റെ പേരിലും. വനഹ്നു സിഗാർ, ഞങ്ങൾ കുട്ടികളായിരിക്കെ ആ പ്രായത്തിൽ ഞങ്ങൾ അടിക്കുമായിരുന്നു. അതായത് അവരുടെ ഉപ്പമാർ ഈ കാര്യത്തിൽ, കരാറിൻ്റെ കാര്യത്തിലും സാക്ഷ്യത്തിൻ്റെ കാര്യത്തിലും. അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇതിനർത്ഥം ഒരു വ്യക്തി ഇങ്ങനെ പറയാ, അഷ്ഹദു ബില്ലാഹ് വഅലയ്യ അഹദുല്ലാഹ്, അഷ്ഹദു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു, അത് നിന്റെ മേലെ അള്ളാഹുവിൻ്റെ കരാറ് ബാധ്യതയായിരിക്കുന്നു എന്നിങ്ങനെ പറയാം. ഇത്തരത്തിൽ കുട്ടികൾ ധാരാളമായിക്കൊണ്ട് ഏത് കാര്യത്തിലും വല്ലാഹി വല്ലാഹി, എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും വല്ലാഹി, അങ്ങനെ പറഞ്ഞ് അത് കുട്ടികൾക്കിടയിൽ ശീലമാകും. അതേപോലെ തന്നെ എന്തെങ്കിലും പരസ്പരം കരാറാക്കുമ്പോൾ അലയ്യ അഹദുല്ലാഹ്, നിന്റെ മേലെ അള്ളാഹിൻ്റെ കരാറ് ബാധ്യതയായി എന്ന് പറയാം. അപ്പം അങ്ങനത്തെ തരത്തിലുള്ള ഇതുപോലെയുള്ള സംസാരങ്ങൾ കുട്ടികൾക്കിടയിൽ ആദത്തായി ഒരു സാധാരണ സംഗതിയായി മാറാതിരിക്കാൻ വേണ്ടിയാണ് അവർ കുട്ടികളെ അടിച്ചിരുന്നത്. ഹത്താ ലാ യസീറ ലഹും ബിഹി ആദ ഫയഹ്ലിഫു ഫീ കുല്ലി മാ യസ്ലുഹു വമാ ലാ യസ്ലുഹു, ഏത് ശരിയായ കാര്യത്തിലും ശരിയാകാത്ത കാര്യത്തിലും അള്ളാഹുവിൻ്റെ മേലെ സത്യം ചെയ്യും. അങ്ങനെ ഒരു ആദത്തായി മാറാം. അതിൻ്റെ പേരിലാണ് അവർ കുട്ടികളെ അടിച്ചിരുന്നത്. അത് തർബിയത്തിൽപ്പെട്ടതാണ്. ചില കുട്ടികളെ സംബന്ധിച്ചുള്ള ഏത് ചെറിയ കാര്യം പോലും കുട്ടികൾക്കിടയിൽ അവർ വല്ലാഹി പറഞ്ഞിട്ടാണ് സംസാരിക്കലും, എന്തിനും വല്ലാഹി പറയും.
അത് അല്ലാഹു തആലയുടെ ഉള്ള അദബുകേടുപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ തെളിവുകളൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം നജ്ദി റഹ്മഹുല്ലാ ഈ തെളിവുകളോട് കൊണ്ടുവന്നിട്ടുള്ളത് കറാഹത്തു കസ്റത്തുൽ ഹലിഫ് മിൻ ഗൈരി ഹാജ, ആവശ്യമില്ലാതെ അള്ളാഹുവിൻ്റെ പേരിൽ ഒരുപാട് സത്യം ചെയ്യുന്നത് കറാഹത്താണ്, അത് വെറുക്കപ്പെട്ടതാണ് എന്ന് തെളിവായിക്കൊണ്ടാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ഹലിഫ് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യൽ വർദ്ധിപ്പിച്ചാൽ അത് അള്ളാഹുവിൻ്റെ അദമത്തിനോടുള്ള മോശമായ സംഗതിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ കളവാകുന്നതാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തെ കൊച്ചാക്കലാണത്. ഒരുപാട് കാര്യത്തിന് വേണ്ടി ഒരുപാട് കാര്യത്തിൽ അവൻ അല്ലാഹി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് മേലെ സത്യം ചെയ്യാന്നുള്ളത്. ഫഹദാ യഖ്ലു ബിത്തൗഹീദ് വലാ യുവാഫിഖു തഅദീം അല്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ ആ മഹത്വത്തിനോട് യോജിക്കുന്നതല്ല, അത് തൗഹീദിലുണ്ടാകുന്ന പോരായ്മയാണ്. ഇനി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ടുള്ള ഉറപ്പോടുകൂടി അള്ളാഹുവിൻ്റെ മേലെ അവൻ സത്യം ചെയ്യുന്നു. അവനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ തന്നെ അവൻ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുകയാണെങ്കിൽ അത് ജായിസാണ്, അത് ജായിസാണ്. മുമ്പ് പല ബാബിൽ പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള തെളിവുകൾ നമ്മൾ ചില ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊക്കെ വന്നിട്ടുള്ള തെളിവുകൾ. ഒരു വ്യക്തിയോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ സത്യം ചെയ്യാം. നഖല നബവി റഹ്മഹുല്ലാ അൽ ഇജ്മാ അലാ ജവാസി, ആ കാര്യം അനുവദനീയമാണെന്ന കാര്യത്തിൽ ഇമാം നബവി റഹ്മഹുല്ലാ ഇജ്മാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്രാൻ ഇബ്നു ഹുസൈൻ അല്ല, അതിനു മുമ്പ് പറഞ്ഞ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിൻ്റെ ഹദീസ്, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. 3 വിഭാഗം ആളുകളോട് അല്ലാഹു തആല സംസാരിക്കുന്നതല്ല, അവരെ ശുദ്ധീകരിക്കുന്നതല്ല, അവർക്ക് കഠിനമായ ശിക്ഷ ഉണ്ടായിരിക്കും. അതിലൊന്നാമത് പറഞ്ഞത് വൃദ്ധനായ വ്യഭിചാരി, അഹങ്കാരിയായ ദരിദ്രൻ. മൂന്നാമത്തത് അല്ലാഹു തആലയെ തൻ്റെ കച്ചവടച്ചരക്കാക്കിയവൻ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിന്മകളെ സംബന്ധിച്ചിടത്തോളം ചില തിന്മകൾ മനുഷ്യരുടെ അടുക്കൽ വളരെ കഠിനമായിട്ടുള്ളതാണ്. അന്ന ബഅദൽ മആസി വഇൻ കാനത് മുഹറമ ലകിന്നഹാ ഇൻദ ബഅദിൻ നാസ് അഷദ്ദു ഹുർമ. ചില തിന്മകൾ മറ്റ് ചില തിന്മകളെക്കാളും ജനങ്ങളുടെ അടുക്കൽ വളരെ വലിയ പാപമായിരിക്കും. ഏതുപോലെ? വ്യഭിചാരം പോലെ. പ്രത്യേകിച്ച് ഒരു വൃദ്ധനായ ഒരു വ്യക്തി വ്യഭിചരിക്കുക എന്നുള്ളത് യുവാവായ ഒരുത്തം വ്യഭിചരിക്കുന്നതിനേക്കാളും ജനങ്ങളുടെ അടുക്കൽ എന്താണ്? വളരെ വലിയ തിന്മയാണ്. അതേപോലെ തന്നെ ദരിദ്രനായ ഒരുത്തൻ അഹങ്കരിക്കുക എന്നുള്ളത് സമ്പന്നനായ ഒരുത്തൻ അഹങ്കരിക്കുന്നതിനേക്കാളും വലിയ തിന്മയാണ്. അതേപോലെ കച്ചവടത്തിൻ്റെ സമയത്ത് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് കച്ചവട ചരക്ക് വിൽക്കുക, അത് വലിയ തിന്മയാണ്. അതേപോലെ കളവ് പറയുന്ന ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം കളവ് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ കളവ് പറയുന്നു. അപ്പൊ ചില തിന്മകൾ മറ്റു ചില തിന്മകളെക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ജനങ്ങളുടെ അടുക്കൽ വളരെ തിന്മയായിട്ടുള്ളതാണ്. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، قال الإمام النجدي رحمه الله: باب ما جاء في كثرة الحلف. ما جاء في كثرة الحلف. ധാരാളമായിക്കൊണ്ട് സത്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അധ്യായം.